ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് വീട്ടിലാണ്. എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ഹാൻഡ് ഗാർഡ് പൊട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും, കുറേ നാളായത് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ അതൊന്നും മാറിയില്ല. അപ്പോൾ ഈ അടുത്ത് OLX രണ്ട് ഹാൻഡ് ഗാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ പോയപ്പോഴത്തെ അപ്പോൾ അതിൻ്റെ കയ്യിൽ ഒരു ക്യാരിയറും കൂടെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ NSലൊക്കെ സെറ്റാവുന്ന ടൈപ്പാണ് കേട്ടോ. വലിയ റേറ്റൊന്നും അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അവൻ പെയിൻറ്റൊക്കെ അടിച്ച് കുളമാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ടിൻ പെയിൻറ്റ് വാങ്ങിച്ച് അടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഇതടിക്കാൻ വേണ്ടിയിട്ട് ടിൻ പെയിൻറ്റ്, അതേപോലെ തന്നെ ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള വൈറ്റ് വാങ്ങിക്കണം, അതേപോലെ ഇതിന് ക്ലിയർ വാങ്ങിക്കണം. സോ ഇതെല്ലാം കൂടെ വാങ്ങിച്ച് കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു സാധനം അടിച്ച് വീണ്ടും അത് എക്സസ് വരും. അപ്പോൾ നമുക്ക് എത്രയും സാധനം വേസ്റ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് പെയിൻറ്റ് അടിക്കാൻ പോകുന്നത്. അവിടെ ആകുമ്പം ഇതടിക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ടിലുള്ള പെയിൻറ്റും ക്ലിയറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മാത്രം മതി. സോ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിലോട്ടാണ് പോകാൻ പോകുന്നത്. അവിടെ പോയിട്ട് നമ്മുടെ ഈ പെയിൻറ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു പെയിൻറ്റ് ഷോപ്പിൽ പോയിട്ട് പെയിൻറ്റ് വാങ്ങിക്കണം. ഇതിലിപ്പം വൈറ്റ് അടിക്കണോ അല്ലെങ്കിൽ ഓറഞ്ച് അടിക്കണോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എന്തായാലും അവിടെ പോയിട്ട് തീരുമാനിക്കാം. സോ ഈ സംഭവങ്ങളെല്ലാം കൂടെ നമ്മൾ നമ്മുടെ ബാഗിലോട്ട് ആക്കാൻ പോവുകയാണ്. ഭാഗ്യം, കറക്റ്റ് സൈസ്. ഇപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ള ഓഫ് റോഡ് ആരംഭിക്കുകയാണ് കേട്ടോ. ഈ ഒരു സംഭവം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ റോഡിലോട്ട് കയറാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഒരു ഹാൻഡ് ഗാർഡ് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. കുറച്ച് ദിവസമൊന്നുമല്ല, കുറച്ച് നാളുകളായി. അപ്പോൾ ഇത് പെയിൻ്റ് അടിക്കാനും ഇതിനൊക്കെ ആയിട്ടുള്ള സമയവും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെ അടിക്കായിരുന്നത്. ഒരുപാട് ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്, അടുത്ത ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ പെയിൻറ്റിങ് ഷോപ്പ് എന്ന് പറയുന്നത്. ആദ്യം ഇവിടെ പോയിട്ട് ബാക്കി കാണാം. ഇതാണ് നമ്മുടെ പെയിൻറ്റിങ് ഷോപ്പ്. ഇവിടെ ഒന്ന് ഇറങ്ങി പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആ പെയിൻറ്റ് കൂടെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറായിരിക്കും അടിച്ച് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. ഇപ്പോൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ അടിച്ചു തരാമെന്ന് പറഞ്ഞു. ഒട്ടും താമസിക്കണ്ട. ഞാൻ വിചാരിച്ച ഷോപ്പ് ആറ്റെങ്കിലും പോകേണ്ടി വരുന്നു. ഇവിടെ കല്ലമ്പലത്തടുത്ത് എവിടെയോ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഷോപ്പും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കല്ലമ്പലം എത്താറായി. ഇവിടെ അടുത്ത് എവിടെയാണ് ഷോപ്പ് എന്നാണ് പുള്ളി പറഞ്ഞത്. അത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഈ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷൻ വരുന്നത് കല്ലമ്പലമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഓ, ഇതാണെന്ന് തോന്നുന്നു GK പെയിൻറ്റ്. യെസ്, അങ്ങനെ നമ്മൾ പെയിൻറ്റ് ഷോപ്പ് കണ്ടുപിടിച്ചു. നമ്മുടെ വണ്ടികളുടെ പെയിൻറ്റ് അവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു എക്സാക്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു കളർ സെറ്റാക്കി എടുക്കുന്നത്. ടിൻ പെയിൻറ്റിലാണെങ്കിൽ ഒരു സെയിം കളർ കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. സോ അപ്പോൾ നമ്മൾ പെയിൻറ്റും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 500 രൂപയ്ക്ക് അകത്തേ ആയിട്ടുള്ളൂ. പുതിയ ഹാൻഡ് ഗാർഡ് എനിക്ക് തോന്നുന്നു 1000-1200 റേഞ്ചിനകത്താണെന്ന്. ഈ പെയിൻറ്റിങ് ലേബറും അതേപോലെ തന്നെ ഈ പെയിൻറ്റും എല്ലാം കൂടെ ചേർത്താലും ഒരു 700-നകത്തേ വരത്തുള്ളൂ. മൊത്തത്തിലാണ്, അതായത് നമ്മുടെ ആ ഒരു ക്യാരിയറും കാര്യങ്ങളെല്ലാം കൂടെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വലിയൊരു എമൗണ്ടായിട്ട് തോന്നുന്നില്ല. നമ്മുടെ പുതിയത് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെയൊക്കെ എമൗണ്ട് കുറഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് രണ്ട് കാര്യം നടക്കല്ലേ. ഹാൻഡ് ഗാർഡ് പുതിയത് വാങ്ങിക്കുന്ന ആ റേഞ്ചിൽ രണ്ട് കാര്യം നടക്കുകയാണ്. സോ അതുകൊണ്ട് സീനില്ല. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ഒരു അരമണിക്കൂറോളം ഇവിടെ പോയി കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അരമണിക്കൂർ ഇവിടെ പോയി കിട്ടി. സോ അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോയിട്ട് വേണം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ് ഗാർഡ്. പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടണത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വണ്ടിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് വണ്ടിയിൽ സെറ്റ് ചെയ്തതിന് ശേഷമുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.